ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറെ ഒഴിവാക്കുമെന്നാണ് വാർത്ത. ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറെ ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി സ്മാർട്ട് ക്രിയേഷൻ മുൻ അഭിഭാഷകൻ KB പ്രദീപിനെ നിയമിച്ചതിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം ഈ പറയുന്ന രീതിയിൽ എന്താണ് അന്വേഷണം അതിൻ്റെ കുറ്റപത്ര സമർപ്പണത്തിലേക്കൊക്കെ നീങ്ങുമ്പോഴാണ് ഈ പറയുന്ന ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകൻ. നമ്മൾ സ്മാർട്ട് ക്രിയേഷൻ ആ കേസിൻ്റെ അന്വേഷണ വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്, അന്വേഷണ പരിധിയിലുള്ള ഒരു കണ്ണിയാണ്. അപ്പോൾ ആ കണ്ണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു വക്താവ് എന്ന നിലയ്ക്കായിരുന്നു അന്ന് നമ്മുടെ അഭിഭാഷകൻ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ പ്രധാനികൾ ഒന്ന് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് സംസാരിച്ച പ്രതിരോധം തീർത്ത ആളാണ് അഭിഭാഷകൻ. അത് ആ സമയത്ത് കമ്പനിയുടെ അഭിഭാഷകൻ എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയായിരിക്കാം. പക്ഷെ അദ്ദേഹത്തെ ഒരു സ്പെഷ്യൽ പദവിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം സ്പെഷ്യൽ ലീഡറായി ഇല്ലാത്ത ഒരു പോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഈ കേസിൻ്റെ സമയത്ത് അവിടെ കൊണ്ടുവെക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് പ്രതികളുടെ ദൗർബല്യം അറിയുന്ന ആൾ വരുന്നത് നല്ലതല്ലേ എന്ന മുരളീധരൻ്റെ ന്യായം അതിന് ഒട്ടുമേ ന്യായമല്ല എന്ന് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്, മുരളീധരന് മനസ്സിലായിട്ടുണ്ട്, സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ഒഴിവാക്കും എന്നതാണ് ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശ്രീത്ത് ഒരുങ്ങുമ്പോൾ ശ്രീത്ത് അതെങ്ങനെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഒരു ഇല്ലാത്തൊരു പദവി ഉണ്ടാക്കി ആ കേസിലെ ഒരു പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ കുറേ അധികം മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. സ്വാഭാവികമായും ആ മറുപടിയില്ലാ ചോദ്യത്തിലല്ലേ പ്രതി പുറത്തേക്ക് പോകാൻ പോകുന്നത്. ശ്രീത്ത് കാശ്മീർ തീർച്ചയായും സ്വർണം കട്ടവരാരപ്പ എന്ന് മുദ്രാവാക്യം ഉയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട UDF സർക്കാരിന് ഒരു തരത്തിലും ഭൂഷണം അല്ലാത്ത ഒരു നിയമനമായിരുന്നു ദേവസ്വം ഗവൺമെന്റ് ലീഡറായിട്ടുള്ള KB പ്രദീപിന്റെ നിയമനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായി കോടതികളിൽ ഹാജരായ അഭിഭാഷകനായിരുന്നു KB പ്രദീപ്. ആ KB പ്രദീപിനെയാണ് ഒരു തരത്തിലുള്ള ആലോചനയും പരിശോധനയും കൂടാതെ സർക്കാരിന്റെ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചത്. ഇത് വലിയ തോതിൽ വിവാദമായി. പ്രതിപക്ഷമടക്കം ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളായ KN ബാലഗോപാൽ, P രാജീവ് തുടങ്ങിയവർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചാണ് ഇന്നലെ രംഗത്ത് വന്നത്. ഇതിന്റെ കൂടി ഈ രാഷ്ട്രീയ വിവാദമായി ഇത് വളരുന്നതിനിടെയാണ് ഇപ്പോൾ തിരക്കിട്ട് KB പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഇടപെടലാണ് തീരുമാനം. പ്രദീപിനോട് അടിയന്തരമായി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രദീപിനെ ഗവൺമെന്റ് ലീഡർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ നിർണായകമായ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ ആ കേസിൽ പ്രതിസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി വാദിക്കാൻ വരുന്നത് എന്ന ചോദ്യം UDFിൽ നിന്നും ഉയർന്നിരുന്നു. ഇത് ഒരു തരത്തിലും ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിഷയമായതുകൊണ്ട് തന്നെ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. നേരത്തെ KPCC അധ്യക്ഷനും ഇപ്പോൾ വൈദ്യമന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ പെട്രോൾ സ്റ്റാഫ് നിയമനത്തിന് ശേഷം ബന്ധു നിയമനത്തിന് ശേഷം സർക്കാരിന് പിന്നോക്കം പോകേണ്ടി വരുന്ന രണ്ടാമത്തെ പ്രധാന സംഭവമായി ഈ ഗവൺമെന്റ് ലീഡറുടെ നിയമനം മാറുകയാണ്. ഹാഷ്മി അല്ല ശ്രീത്ത്, ഇതാണെങ്കിൽ മറ്റു വഴിയില്ലാതെ മറുപടിയില്ലാതെ മാറ്റുന്നു എന്നത് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ കേസന്വേഷണം അതിന് നിർണായക ഘട്ടത്തിലാണ്. കുറ്റപത്ര സമർപ്പണത്തിലേക്ക് പോകുന്നു. രഹസ്യ ഫയലുകളൊക്കെ ഏറ്റവും നിർണായകം നിൽപ്പുന്നുണ്ടാവണം. അപ്പോൾ ഇക്കാലം അത്രയും പ്രതിഭാഗത്തിൻ്റെ ഭാഗമായി നിന്ന അഭിഭാഷകൻ ഏറ്റവും പ്രധാനപ്പെട്ട പദവി, കേസിൻ്റെ മൊത്തത്തിലുള്ള ആൾ എന്ന പദവിയിലേക്ക് ഇപ്പുറത്തെ ചേരിയിലേക്ക് എത്തുമ്പോൾ ഈ ഫയലൊക്കെ പ്രതിഭാഗത്തിൻ്റെ കയ്യിൽ പോവില്ല എന്നത് ഒരു ഉറപ്പും പറയാൻ ആർക്കും പറ്റില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അത് തീർത്തും അനാവശ്യമായ നിയമനമായിരുന്നു, അത് പ്രത്യേക പദവി ഉണ്ടാക്കിക്കൊണ്ട്. ഇപ്പം എന്തായിരുന്നു നിയമനത്തിന് ഉദ്ദേശം എന്ന കാര്യത്തിന് അപ്പോഴും ഒരു മറുപടി വേണ്ടതാണ്. ശ്രീജിത്ത് അദ്ദേഹത്തെ രാജിവെക്കുമെന്ന് പറയുമ്പോഴും ഹാഷ്മി തീർച്ചയായും അതിന് കൃത്യമായ ഒരു മറുപടി വേണ്ടതാണ്. ദേവസ്വം മന്ത്രി മുരളീധരൻ ഇന്നലെ നടത്തിയ പ്രതികരണമാണ് ഏറ്റവും വിചിത്രമായ നടപടി. കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഹൈക്കോടതിയിലെ ബാക്കിയുള്ള 30 ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനം കൂടി അംഗീകരിച്ചത്. സാധാരണ നയപരമായ തീരുമാനമെടുക്കുന്ന സമിതിയായ മന്ത്രിസഭയിലാണ് ഈ ലീഡർമാരുടെ നിയമനവും മറ്റും അംഗീകാരത്തിനായി വരുന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി അഡ്വക്കേറ്റ് KB പ്രദീപിനെ നിയമിച്ചത് താൻ അറിഞ്ഞിരുന്നില്ല എന്ന വിചിത്രമായ വാദമാണ് മുരളീധരൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിന് താൻ പൂർണ്ണമായും ഈ കാര്യങ്ങൾ വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള നിർണായകമായ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരു മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒരു പരിശോധനയും കൂടാതെയാണോ ദേവസ്വം ബോർഡ്, പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മാത്രമല്ല നാനാതരം ആരോപണങ്ങളിൽ പെട്ട് നിൽക്കുന്ന സംവിധാനമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായി. അപ്പോൾ ഗവൺമെന്റ് ലീഡറായി ദേവസ്വം ബോർഡിന്റെ ഗവൺമെന്റ് ലീഡറായി ഒരാളെ നിയമിക്കുമ്പോൾ ആ നിയമിക്കപ്പെടുന്ന ആളിന്റെ പശ്ചാത്തലം എന്ത്, അദ്ദേഹത്തിന്റെ പൂർവ്വകാലം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരുന്നു. അത്തരത്തിൽ അവധാനതയോടെയുള്ള ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ, ആലോചനയില്ലാതെ, രാഷ്ട്രീയ വിവേകം കാണിക്കാതെ KB പ്രദീപിനെ നിയമിച്ചതാണ് സർക്കാരിനെ കുഴപ്പത്തിലാക്കിയത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പിന്തിരിഞ്ഞോടേണ്ട വന്ന ഒരു സംഭവമായി ആയിരിക്കും ഇതിപ്പോൾ ഭരണചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. സർക്കാർ അധികാരത്തിലേറി ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തിരുത്തേണ്ടി വരുന്നു എന്നതുകൂടി ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ടതുണ്ട്.
കെ മുരളി ഇതിനോട് ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ വിവേചനാധികാരമാണ്, അത് മുഖ്യമന്ത്രിക്ക് വിട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദേവസ്വം മന്ത്രി ഒരു എന്താണ് ഞാനത് അറിഞ്ഞില്ല എന്നുകൂടി പറയുകയല്ലേ? അപ്പോൾ അങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ ഒരു ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറെ എങ്ങനെയാണ് അവിടെ നിയമിക്കുക? എങ്ങനെയാണത് പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ആൾ അഭിഭാഷകനായി ഒരു നല്ലതാണ് എന്ന് ഒരു ദേവസ്വം മന്ത്രിക്ക് പറയാൻ കഴിയുക? എന്താണ് ആ വരവ്, എങ്ങനെയാണ് ആ പോക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ രാജിയിലും തീരുന്നില്ല. അത് പിന്നെയും സജീവ ചർച്ചയിൽ നിൽക്കുമെന്ന് തോന്നുന്നു ശ്രീജിത്ത്, അതിന് മറുപടി ഇല്ലെങ്കിൽ. തീർച്ചയായും ഹാഷ്മി, വളരെ ദുരൂഹതയുള്ള ഒരു തീരുമാനമായി ഇത് മാറുകയാണ്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷത്ത് നിന്ന് തന്നെ ഉയരുന്നത്. ഇന്നലെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചത് സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗ അഭിഭാഷകനായിരുന്ന ഒരാൾ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന വിസ്മയമാണ് ഇനി കേരളം കാണാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഇത് ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത ഒരു നിയമനം എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ എങ്ങനെയാണ് കെ ബി പ്രദീപ്, സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന കെ ബി പ്രദീപ് എങ്ങനെയാണ് സർക്കാർ അഭിഭാഷകനായി മാറുന്നത്? ആരാണ് അദ്ദേഹത്തെ ഈ നിയമനത്തിനായി ശുപാർശ ചെയ്തത്? ആരാണ് അദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ട രാഷ്ട്രീയ നേതൃത്വം? ആരാണ് ഈ തീരുമാനം അംഗീകരിക്കുന്ന സംവിധാനത്തിൽ മുഖ്യമന്ത്രി അല്ലാതെ മറ്റുണ്ടായിരുന്നത്? തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉത്തരവിനു കെ മുരളീധരനാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കുറ്റകരമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. വളരെ അജ്ഞത നടിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വന്നു. തന്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന ഒരു നിയമനത്തെ പറ്റി, പ്രത്യേകിച്ചും സുപ്രധാനമായ ഒരു തസ്തികയിലേക്ക് നടക്കുന്ന നിയമനത്തെ പറ്റി ഒരു തരത്തിലുള്ള അറിവുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം ഉയർന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു തുടർ വിവാദമായി മാറാൻ സാധ്യതയുണ്ട്. ഈ നിയമനം എങ്ങനെ വന്നു എന്ന ചോദ്യം പോലെ തന്നെ വളരെ ശക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരാനാണ് സാധ്യത. യെസ്, ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി നിയമിച്ച കെ ബി പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. എന്തിനായിരുന്നു അപ്പോൾ പുറത്തേക്ക് വിടാനാണെങ്കിൽ അകത്തേക്ക് എടുത്ത് എന്തിനാണ് ദുരൂഹ നിയമനം എന്ന കാര്യത്തിൽ ഒരു മറുപടി അപ്പോഴും കേരളത്തിന് വേണം. കാര്യം അത്രത്തോളം കേരളം സാഗൂതം നോക്കുന്നൊരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അപ്പോൾ അതിന് വിവരം വരട്ടെ. അതിനിടയിൽ രാജിവെച്ച് പോകുന്ന രണ്ടാമത്തെ ആളാണ് ഒന്ന് ബെന്നി തോമസ്. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വിവാദമുണ്ടായി, ബന്ധു നിയമനത്തിൽ അദ്ദേഹം രാജിവെച്ച് പോയി. രണ്ടാമത്തെ കാര്യം, ഏതോ വഴിക്ക് ഒരു ഇല്ലാത്ത പദവിയിലേക്ക് പുതിയ പദവി ഉണ്ടാക്കി വന്ന ഒരു സ്പെഷ്യൽ പ്ലീഡർ അദ്ദേഹവും രാജിവെച്ച് പോകുന്നു. രണ്ടാമത്തെ രാജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.